ഹായ്, ഞാൻ ഷർമിള നിക്കോലാൻ. ഞാനൊരു പ്രൊഫഷണൽ ഗോൾഫറാണ്. ഒരു സ്പോർട്സ് പേഴ്സൺ ആയതുകൊണ്ട് എനിക്ക് മുതുകിൽ ധാരാളം പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒരുപാട് പരിക്കുകളും പറ്റിയിരുന്നു. അതിൽ നിന്നെല്ലാം പുറത്തുവരാൻ എന്നെ സഹായിച്ച എക്സസൈസസ് ഞാൻ കാണിക്കാം. അരക്കെട്ടിനെ സ്ട്രെച്ചിങ് ചെയ്ത് ആ ഭാഗത്തിന് ഫ്ലെക്സിബിലിറ്റി കൊടുക്കേണ്ടത് ശരീരത്തിന് വളരെ അത്യാവശ്യമാണ്. അരക്കെട്ടിന് 5 വിധത്തിലുള്ള മൂവ്മെന്റ്സ് ഉണ്ട്. അതിന് 5 വിധത്തിലുള്ള ആസനാസും ഉണ്ട്. താടാസനത്തിൽ നട്ടെല്ലിനെയും ഡിസ്കിനെയും സ്ട്രെച്ച് ചെയ്യുന്നു, നിങ്ങൾ കാണുന്നത് പോലെ. 2. അരക്കെട്ടിന്റെ പാർശ്വഭാഗങ്ങൾക്കായി അർദ്ധചന്ദ്രാസന ചെയ്യുന്നു. കുറച്ച് സെക്കൻഡുകൾ ശ്വാസം വലിച്ചുകൊണ്ട് നിൽക്കുക. 2 ഭാഗത്തും ചെയ്തു കഴിഞ്ഞതിന് ശേഷം കാൽമുട്ടുകൾ മടക്കി ഇരുന്നുകൊണ്ട് ഉഷ്ട്രാസന ചെയ്യാം. ഇതിന് ക്യാമൽ പോസ് എന്നും പറയും. ഇത് നട്ടെല്ലിനെയും അരക്കെട്ടിലെ എല്ലാ മസിലുകളെയും ചലിപ്പിക്കുന്നു. നെഞ്ചിലെയും ഷോൾഡറിലെയും മസിൽസിനെയും ഇത് ചലിപ്പിക്കുന്നു. കുറച്ച് സെക്കൻഡുകൾക്ക് ശേഷം പഴയ നിലയിലേക്ക് വരിക. നമ്മൾ മുൻപോട്ട് വളയുവാൻ പോവുകയാണ്. ഇതിന് ജാനു ശീർഷ് ആസന എന്ന് പറയും. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് നിങ്ങളുടെ ടോസോ ഉപ്പൂറ്റിയെ തൊടുവാൻ നോക്കുക. ഇതുകൊണ്ട് മുതുകിൻ്റെ കീഴ്ഭാഗം, കൈകൾ, കാഫ് മസിൽസ് ഇവ ബലപ്പെടുന്നു. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് മുതുകിൽ വേദനയുണ്ടെങ്കിൽ അത് ശമിക്കുന്നതാണ്. ഇത് ശരീരത്തിന് ഉന്മേഷവും ആയാസവും സന്തോഷവും നൽകുന്നു. ഇപ്പോൾ നമ്മൾ നട്ടെല്ലിനെ വളയ്ക്കുവാൻ പോവുകയാണ്. ഇതിന് അർദ്ധ മത്സ്യേന്ദ്രാസന എന്ന് പറയും. ഇതുകൊണ്ട് മുതുകിൻ്റെ മേൽഭാഗവും കീഴ്ഭാഗവും ഒരുപോലെ വളയുന്നു. ഇത് പ്രമേഹ രോഗം സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങൾക്കും പാൻക്രിയാസ് സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങൾക്കും വളരെ നല്ലതാണ്. ഈ 5 ആസനാസ് അരക്കെട്ടിനെ സ്ട്രെച്ച് ചെയ്യാൻ വളരെ നല്ലതാണ്. ഇന്ന് നമുക്ക് മതിയാക്കാം. എംദിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ.